ദിക്റുകൾ പാടി വരുന്നൊരു ഹുദ്ഹുദ പക്ഷി നീ കണ്ടോ? ദൂരെ വാനിൽ റംസാനിൻ പൊന്നമ്പിളി കല കണ്ടോ? നീ അമ്പിളി കല കണ്ടോ? നാളെ വെളുത്താൽ കറുക്കുവോളം ഞങ്ങൾക്ക് നോമ്പാണ്. നീളെ പാറി നടക്കും നിന്നുടെ കാര്യമെന്താണ്? കാര്യമെന്താണ്? ആതുര സേവന രംഗത്തെ സജീവ സാന്നിധ്യമായിട്ടുള്ള പ്രിയപ്പെട്ട ഡോക്ടർ മുജീബ് റഹ്മാനുണ്ട്. വളാഞ്ചേരി നഗരസഭയിലെ ഒട്ടനവധി വികസന പ്രവർത്തനം നോക്കുന്ന നഗരസഭയുടെ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ. വേട്ടൻ്റെ ആ ഒറ്റ വിളിയിൽ അദ്ദേഹം വിളിക്കുമ്പോൾ നമുക്ക് വരാതിരിക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് ഇങ്ങനെയൊരു സൽക്കാരം നടത്തിയോണ്ടൊരു ലാഭമില്ല. അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം മത്സരിക്കാൻ പോകുന്നില്ല. പക്ഷെ അദ്ദേഹം ഒരു പച്ച മനുഷ്യനായിക്കൊണ്ട്, സ്നേഹമുള്ള മനുഷ്യനായിക്കൊണ്ട്, അൺകണ്ടീഷണൽ ലവ്, അതാണ് പ്രഭേട്ടൻ. അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വം അതാണ് നമ്മളൊക്കെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്കൊരുപാട് കാര്യങ്ങൾ പറയാൻ, നമ്മൾ പറയാൻ മടിച്ചു നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, നമുക്കിടയിലെ കമ്മ്യൂണിക്കേഷൻ നിശ്ചലമായിരിക്കുന്നൊരു കാലഘട്ടമാണ്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ കൂടുതലും ഇന്ന് സ്ക്രീനിലാണ് നമ്മുടെ കൂടുതൽ സമയം ചെലവഴിക്കപ്പെടുന്നത്. കൂടിയവരുടെ ഒക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് പ്രഭേട്ടൻ്റെ ഇഫ്താർ. റമദാൻ മാസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രഭേട്ടൻ വിളിക്കും, നമ്മുടെ ഇഫ്താർ എന്നാണ്, നമുക്ക് ദിവസം വേണം, എല്ലാവരുടെയും സൗകര്യമുള്ള ദിവസം വേണം, എല്ലാവരുടെയും MLA-യുടെയും ഒക്കെ അവൈലബിലിറ്റി നിൽക്കുന്ന അസംബ്ലിയാണ്, എല്ലാവരുടെയൊക്കെ സൗകര്യം നോക്കിയാണ് ഇന്നത്തെ ഒരു ദിവസം നമ്മൾ വെച്ചത്. ഇന്ന് ഈ സങ്കീർണമായ കാലത്ത് പ്രഭേട്ടൻ സ്നേഹത്തിൻ്റെ മസല്ല വിരിച്ചിരിക്കുകയാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ആശങ്കയും അതുപോലെ ഭീതിയും അതുപോലെ തന്നെ അസ്വസ്ഥതയും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമ്മൾ എങ്ങനെയെന്ന് ഇരിക്കാൻ ഒരിടം തേടി നടക്കുകയാണ് മലയാളികൾ. എങ്ങനെ മുന്നോട്ട് പോകുന്നതോറും ഇങ്ങനെ അനിവാര്യത ഇങ്ങനെ കൂടുകയാണ്. ആളുകൾക്കിടയിൽ നിന്ന്, മനുഷ്യർക്കിടയിൽ നിന്ന് ഈ സ്നേഹവും സാഹോദര്യവും ഒക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അച്ഛനാരാണെന്നോ അമ്മയാരാണെന്നോ അനിയനാരാണെന്നോ സഹപാഠികളാരാണെന്നോ തിരിച്ചറിയാൻ കഴിയാത്ത വിധം നമ്മളിങ്ങനെ അന്യരായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കുടുംബത്തിനിടയിലാണെങ്കിലും വിദ്യാർത്ഥികൾക്കിടയിലാണെങ്കിലും സമൂഹത്തിനിടയിലാണെങ്കിലും ഒക്കെ അത്തരം നീചമായ നിലപാടുകളാണ് നടക്കുന്നത്. അതിനിടക്ക് പ്രഭാകരനെ പോലുള്ള, ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രഭയെ പോലുള്ള ഒട്ടനവധി ആളുകൾ സൗഹൃദ ഏറ്റവും സംഘടനകൾ മനോഹരമായ എത്രത്തോളം ഒരു സ്ഥലമായിരുന്നു കേരളം. നമ്മളത് നമ്മുടെ തലമുറ അത് ദൂർത്തടിച്ച് കളഞ്ഞു എന്നാണ് തോന്നുന്നത്. അടുത്ത തലമുറ എന്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പത്രത്തിലൂടെയൊക്കെ കാണുമ്പോൾ കുറ്റപ്പെടുത്തേണ്ടത് നമ്മുടെ തലമുറയെ തന്നെയാണ്. മാതൃകകളില്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിച്ചത്. പ്രാസംഗികരുണ്ട്, നല്ല പ്രസംഗങ്ങളുണ്ട്, നല്ല ക്ലാസ്സുകൾ എടുക്കാൻ ആളുകളുണ്ട്, പക്ഷെ മാതൃക കാണിക്കാൻ ആളില്ലാത്ത ഒരു കാലമായിരുന്നു ഞാനടക്കമുള്ള ആളുകൾ ജീവിച്ച കാലം. 15-16 സുഹൃത്തുക്കൾ ഞങ്ങളുണ്ടായിരുന്നു മരണ വീട്ടിൽ, ബന്ധുക്കളല്ലാതെ. അപ്പൊ അങ്ങനെ ഒരു കാലത്ത് പ്രവേട്ടനെ പോലെ ഒരാളൊരു വിളിക്കുമ്പോൾ ഇത്രയും പേര്, ഇപ്പൊ ഈ വന്ന ആൾക്കാരുടെ വീട്ടിലൊന്നും ഭക്ഷണമില്ലാത്ത, നോമ്പ് തുറക്കാത്തവരൊന്നുമല്ലല്ലോ. അപ്പോൾ ഇത്തരം സ്ഥലങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, ഇത്തരം ഇടങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടുതൽ ഇത്തരം മാതൃകകൾ ഇനി അടുത്ത തലമുറയ്ക്ക് ഉണ്ടാവണം, എല്ലാ സ്ഥലത്തും ഉണ്ടാവണം.